ഹലോ ഗായ്സ്, നമസ്കാരം. ഞാൻ സെർജിയോ. ആക്ച്വലി ഇന്ന് നല്ല സൂപ്പർ കളിയായിരുന്നു. കളി നല്ല കിണ്ണം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ അടുത്ത് കണ്ട കളിയിൽ ഏറ്റവും നല്ല സൂപ്പർ കളിയായിരുന്നു. ഇതിന് ഞാൻ ഇത്രയും പറയാൻ കാരണം, നമ്മൾ ഈ കയ്യിൽ നിന്ന് പോയ കളി, തോറ്റ കളി തിരിച്ചു പിടിച്ചുകൊണ്ട് വരുമെന്ന് പറയത്തില്ല, അതാണ് കറക്റ്റ് ഇന്ന് നടന്നത്. ആക്ച്വലി ഇന്നത്തെ കളി ആക്ച്വലി കൊൽക്കത്തയും ഡൽഹിയുമായിരുന്നു. ഫസ്റ്റ് ബാറ്റിംഗ് കൊൽക്കത്തയായിരുന്നു. അത് അങ്ങനെ അവന്മാർ നല്ല രീതി അടിച്ചു. അതായത് 209 റൺ അടിച്ചു അവന്മാർ. തിരിച്ച് ഡൽഹിയുടെ ബാറ്റിംഗ് തുടങ്ങി. ഡൽഹി സ്റ്റാർട്ടിങ് 2-3 ചറവറ വിക്കറ്റ് പോയി. കയ്യിൽ നിന്ന് കളി മീൻസ് തോറ്റെന്ന് വിചാരിച്ചു. ഞാനും നിർത്തിപ്പോയതാണ്. പിന്നീട് കുറച്ചുകൊണ്ട് കഴിഞ്ഞ് പിന്നെ അട്ടിക്കാൻ തുടങ്ങി. അതായത് ഒരു നാലാമത്തെ വിക്കറ്റ് തൊട്ട് അടി തുടങ്ങി. അട്ടി എന്ന് പറഞ്ഞാൽ നല്ല കിണ്ണം അടിച്ചടിച്ച് ലാസ്റ്റ് ഡൽഹി ജയിച്ചു. ഡൽഹി പക്ഷേ ഒരു വിക്കറ്റിനാണ് ജയിച്ചത്. ഡൽഹിയുടെ 9 പോയി. പക്ഷേ ഇന്നത്തെ കളിയുടെ തോൽവിക്ക് കാരണം ആരെന്ന് വെച്ചാൽ ഞാൻ പന്തിനെ കുറ്റം പറയത്തേ ഉള്ളൂ. അതിലൊന്ന് ലാസ്റ്റ് ഓവറിൽ ഒരു സ്റ്റമ്പിങ് കിട്ടിയായിരുന്നു. സിമ്പിൾ സ്റ്റമ്പിങ്, കയ്യിരുന്ന സ്റ്റമ്പിങ്. ഒറ്റ കുറ്റം പോയാൽ മതിയായിരുന്നു, അവർ ജയിച്ചു വരും. പക്ഷേ ആ സ്റ്റമ്പിങ് കയ്യിൽ കൊണ്ട് കളഞ്ഞു. പിന്നെ ലാസ്റ്റ് ഓവർ സ്പിന്നറിനെ കൊടുത്തത്. ആ ഒരു ക്രൂഷ്യൽ സമയത്ത് സ്പിന്നറിന് ഒരിക്കലും കൊടുക്കരുത്. ആ സമയം ഒരു പേഴ്സൺ കൊടുത്താൽ മതിയായിരുന്നു. ഷാർദുൽ ഠാക്കൂറിന് 2 ഓവർ ആയിരുന്നല്ലോ. വേറെ ആർക്കും, അതായത് വേറെ ഏതെങ്കിലും പേഴ്സണർക്ക് കൊടുത്താൽ മതി. ഇത് കൈയിരുന്ന കളി. ഞാൻ പന്തിനെ മാത്രമേ കുറ്റം പറ്റില്ല. പന്താണ് ഈ കളി, കൈയിരുന്ന കളി മൊത്തത്തിൽ കളഞ്ഞത്. ഞാൻ മൊത്തം ഡീറ്റെയിൽസ് പറയാം. അങ്ങനെ ഫസ്റ്റ് ബാറ്റിംഗ് ലക്നൌവിലായിരുന്നു. ലക്നൗ വന്ന് കയറുന്നു. ഏഡൻ മാക്ര, സൗത്ത് ആഫ്രിക്കയുടെ, അവൻ ഫസ്റ്റ് കയറുന്നു. 13 ബോളിൽ 15 റണ്ണ്, ഒരു 4ഉം ഒരു 6ഉം. വലിയ പിന്നെ വന്ന് മിച്ചൽ മാർഷ്, ഓസ്ട്രേലിയയുടെ. അവൻ വന്ന് അറിയാൻ തുടങ്ങി. അടി നല്ല കിണ്ണങ്കായ അടി എന്ന് പറഞ്ഞാൽ 36 ബോളിൽ 72 റണ്ണ്, 6 4ഉം 6 6ഉം. അവൻ്റെ കൂട്ടത്തിൽ ഇരുന്നത് നിക്കോളാസ് പൂരൻ, മറ്റേ കരീബിയൻ വെസ്റ്റ് ഇൻഡീസിൻ്റെ നിക്കോളാസ് പൂരൻ 30 പന്തിൽ നിന്ന് 75 റണ്ണ് അടിച്ചത്. പൂരൻ 6 6ഉം 7 4ഉം. മാർച്ചും നിക്കോളാസ് പൂരൻ അടിച്ച് നല്ല രീതിയിൽ അടിച്ചടിച്ച് അങ്ങനെ അവൻ പോയത്. പിന്നെ ഡേവിഡ് മില്ലർ വന്ന്, സൗത്ത് ആഫ്രിക്കയുടെ ഡേവിഡ് മില്ലർ 19 ബോളിൽ 27 റണ്ണ്, മില്ലർ ഒരു 4ഉം 2 6ഉം. അങ്ങനെ അത്ര വേറെ പിന്നെ വലിയ കാര്യം കളിച്ചൊന്നുമില്ല. അങ്ങനെ മീൻസ് ഡൽഹിക്ക് വേണ്ടി എറിഞ്ഞ് സ്റ്റാർക്ക് എറിഞ്ഞു. ഓസ്ട്രേലിയയുടെ സ്റ്റാർക്ക് 4 ഓവറിൽ 42 റൺ കൊടുത്തു. പക്ഷേ 3 വിക്കറ്റ് ഇട്ട് സ്റ്റാർക്ക്. അത് കഴിഞ്ഞൊരു പുതിയ കളിക്കാരനോട് നിഗം, അവൻ 2 ഓവർ എറിഞ്ഞുള്ളൂ. പക്ഷെ അവൻ 1 വിക്കറ്റ് ഇട്ടു, 35 റൺ ഇട്ട് കൊടുത്തു. കുൽദീപ് നല്ല സൂപ്പർ ആയിരുന്നു. പറയാൻ നല്ല കിണ്ണം കഴിച്ചില്ല. കാരണം വെറും 4 ഓവറിൽ വെറും 20 റണ്ണ് കുൽദീപ് കൊടുത്തത്. കുൽദീപ് 2 വിക്കറ്റ് ഇടുകയും ചെയ്തു. പിന്നെ മുകേഷ് കുമാർ, ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുള്ള മുകേഷ് കുമാർ 2 ഓവർ കഴിഞ്ഞുള്ളൂ, 1 വിക്കറ്റ് ഇട്ട് 22 റൺ വിട്ടു കൊടുത്തു. അങ്ങനെ ലക്നൌവിൻ്റെ സ്കോർ 209-ന് 8 വിക്കറ്റ് പോയി അവന്മാരുടെ. അങ്ങനെ അത് കഴിഞ്ഞു മറുപടി ഡൽഹിക്ക് ബാറ്റ് തുടങ്ങി. ഡൽഹിയിൽ ബാറ്റിംഗ് തുടക്കത്തിൽ വെറും അടപടൽ വരുന്നത്. കാരണം വിക്കറ്റിൽ ചറവറ പോകാൻ തുടങ്ങി. 2-3 എണ്ണം മീൻസ് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ 4-5 ഓവർ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അടിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് 2 പേരും കൂടെ അടിക്കാൻ തുടങ്ങി. ഒരു അശുതോഷ് ശർമ്മയും, അത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ വീനക, അവനൊരു വിക്കറ്റ് കിട്ടുമായിരുന്നു. പക്ഷെ അവന് 2 ഓവറിൽ 35 റണ്ണ് കൊടുത്തെങ്കിലും അവനും ഈ അശുതോഷ് ശർമ്മ എന്ന് പറഞ്ഞ ഈ 2 കളിക്കാരോട് അട്ടിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ കിളിപാറി അട്ടി. അശുതോഷ് ശർമ്മ ലാസ്റ്റ് വരെ എന്ന് പറഞ്ഞാൽ അവസാനം അടിച്ച് ജയിപ്പിച്ചതും അശുതോഷ് ശർമ്മയാണ്. ഈ പേര് നോട്ട് ചെയ്ത് വെച്ചോ. അശുതോഷ് ശർമ്മ നല്ല സൂപ്പർ കളിയായിരുന്നു. അവൻ 31 പന്തിൽ നിന്ന് 66 റണ്ണാണ് എടുത്തത്. അവൻ അടിച്ചു വെച്ചാൽ 5 4ഉം 6 6. അവൻ 5 4ഉം 5 6ഉം. നല്ല സൂപ്പർ കളി അവനെന്ന് കളിച്ചു. പിന്നെ ഈ ഇവനും കളിച്ചു. ഇവൻ 15 ബോളിൽ നിന്ന് 39 റണ്ണ്. അതായത് ആ വിക്കറ്റൊക്കെ പോയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിടിച്ചു കയറ്റി ഈ 2 പേര്, അശുതോഷ് ശർമ്മ, ഈ 2 പേരാണ് അടിച്ചു കൊണ്ടുവന്നത്. കാരണം കയ്യിൽ നിന്ന് പോയ കളിയാം. ഞാനും നിർത്തിപ്പോയത്. ഞാൻ വിചാരിച്ചു, കാരണം 3 വിക്കറ്റ് പോയി. പിന്നെ അവിടെ കാരണം ഇത്രയും സ്കോർ ഉണ്ട്, ഇവിടെ എങ്ങനെ അടിക്കാൻ ഒരു പ്രതീക്ഷയായിരുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ താഴെ തട്ടിയെന്നും പിടിച്ചൊരൊറ്റ കയറ്റൊക്കെ കൊണ്ടുവന്നു. വീനികം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടവനെ. അവൻ നല്ല കളിച്ച്. പിന്നെ അത് കഴിഞ്ഞ് ട്രിസ്റ്റൻ സ്റ്റബ്ബ് സൗത്ത് ആഫ്രിക്കയുടെ, അവനും കളിച്ച് 22 ബോളിൽ 34 റണ്ണ്, ഒരു 4ഉം 3 6. പക്ഷേ സ്റ്റബിന് ബോളിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ബോളിംഗ് ഒരൊറ്റ ഓവർ 28 റൺ ഇട്ടിട്ട് അറിഞ്ഞ് പൊളിഞ്ഞ് കളഞ്ഞ്. അത് വേറെ ഇത്. പിന്നെ അത് കഴിയുമ്പോൾ അക്ഷർ പട്ടേൽ 11 ബോളിൽ 22. മീൻസ് ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ഓവറിൽ ആക്ച്വലി വേറൊരു ഇൻട്രസ്റ്റിംഗ് വരുന്നത് വെച്ചാൽ, ഒരു സ്റ്റമ്പിങ് കിട്ടിയത് പന്തിൻ്റെ ഞാൻ കൈ കിട്ടിയ പന്ത്, ആ ഒരു സ്റ്റമ്പിങ് അടിച്ച് അപ്പോൾ അവിടെ കളി തീർന്നേനെ. അത് കൈ പോയിന്റ്സ് കൊണ്ട് കളഞ്ഞ്. പന്താണ് ഇന്നത്തെ കളിയിൽ മൊത്തത്തിൽ കൊണ്ട് കളഞ്ഞെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ലക്നൌവിൻ്റെ എറിഞ്ഞെന്ന് വെച്ചാൽ ഠാക്കൂർ 19 റണ്ണ് കൊടുത്തുള്ളൂ, 2 വിക്കറ്റ് ഇട്ടു. പിന്നെ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ ഒരു കളിക്കാരനുണ്ടായിരുന്നു. അവൻ 2 വിക്കറ്റ് ഇട്ട് 30 റൺ ഇട്ട് കൊടുത്തു. പിന്നെ ദിഗ്വിജയ് സിംഗ് എന്ന് പറഞ്ഞ ഒരു കളിക്കാരനുണ്ടായിരുന്നു. 2 വിക്കറ്റ് ഇട്ട് 31 റൺ ഇട്ട് കൊടുത്തു. രവി വിഷ്ണുവോയ് തല്ലുള്ളി മീൻസ് എന്നെ നല്ല രീതിയിൽ അടിച്ചു കൊന്നു കളഞ്ഞ്. 4 ഓവറിൽ 53 റണ്ണ് വിട്ടു കൊടുത്തു. പക്ഷെ 2 വിക്കറ്റ് ഇട്ടു. അങ്ങനെ അവസാനം ഡൽഹി ജയിച്ചു. 211 റണ്ണ്, 9 വിക്കറ്റ് പോയി. 19.3. 19.3
ഡൽഹി ജയിച്ചു. എനിക്ക് ഇന്നത്തെ കളി എനിക്ക് ഇഷ്ടപ്പെട്ട്, അശുതോഷിൻ്റെ കളി ഇഷ്ടപ്പെട്ട്, വി നികത്തിൻ്റെ കളി ഇഷ്ടപ്പെട്ട്, രണ്ടുപേരും നല്ല സൂപ്പർ കളിയായിരുന്നു. ഇന്നത്തെ തോൽവിയുടെ ഉത്തരവാദി എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഞാൻ പന്തിനെ കുറ്റം പറയത്തുള്ളൂ. പന്തിൻ്റെ സിമ്പിൾ സ്റ്റമ്പിങ്, കൈ ഇരുന്ന പന്താണ് ചുമ്മാ എടുത്ത് കളഞ്ഞത്. എന്നിട്ട് അവൻ റിവ്യൂവിന് പോയേക്കുന്നത് എൽ ബി ഡബ്ല്യു കിട്ടും, മീൻസ് എൽ ബി അല്ലായിരുന്നു. പന്ത് ഒറ്റ ഇടത്തേക്ക് കളി പോകും. കാരണം ഒറ്റ വിക്കറ്റേ ഉള്ളത്. ആ സമയത്താണ് പന്ത് ആ ഒരു മിസ്സിങ് കളിക്കുന്നത്. കാരണം ആ ഒരു ക്രൂഷ്യൽ സമയത്തൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് നമ്മൾ കളിക്കേണ്ടത്. സിമ്പിൾ കൈയിരുന്ന ബോളാണ് കൊണ്ടുപോകുന്നത്. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും സൂപ്പർ കളിയായിരുന്നു. ഡൽഹി എന്നാലും ജയിച്ചു. തോറ്റ കളിയായിരുന്നു. കയ്യിൽ നിന്ന് പോയ കളി വീണ്ടും തിരിച്ചുകൊണ്ടു. അങ്ങനത്തെ കളിയാണ് നല്ല രസമുണ്ട്. മീൻസ് നല്ലൊരു, കാരണം ഒട്ടും പ്രതീക്ഷയില്ല, മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. ആ ഒരു മൂമെൻറ്റിൽ നിന്നാണ് തിരിച്ചു പിടിച്ചുകൊണ്ട് വരുന്നത്. എന്തായാലും ഡൽഹി ജയിച്ചു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കും ഈ കളി നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും ഡൽഹി ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, നമസ്കാരം. നാളെ വീണ്ടും കാണാം. ബൈ ബൈ.